കൊള്ളാം. പക്ക എൻ്റർടൈനർ, ഹൊറർ കോമഡി. ഫസ്റ്റ് ഹാഫ് കുറച്ചുകൂടെ കോമഡിയാണ്, സെക്കൻഡ് ഹാഫ് ഹൊറർ എലമെൻറ്റ്സ് എല്ലാം വന്നിട്ടുണ്ട്, വർക്കൗട്ട് ഉണ്ട്. കൊള്ളാം, നല്ല പോലെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുമോ. അടിപൊളി പടമാണ്. അറിയാം, കാസ്റ്റ് അടിപൊളിയാണ്. നമ്മുടെ എടുത്തു വരേണ്ട സാഗർ സൂര്യയുടെയാണ്, അടിപൊളി പെർഫോമൻസ് ആണ്, ഒരു രക്ഷയില്ല. ദെൻ ദേവ് ഡൺ ദെയർ പാർട്ട് വരെ എല്ലാവരും നന്നായിട്ട്. നല്ല സിനിമയാണ്, കണ്ടിച്ചിരിക്കാൻ കുറേ ഉണ്ട്. ഫാമിലിയായിട്ട് വന്നിരുന്ന് കാണാൻ പറ്റിയ ഒരു കിടിലൻ പടമാണ്. അതുപോലെ തന്നെ ചിരിക്കാമെന്ന് വെച്ചാൽ അൺകൺട്രോളായിട്ട് ചിരിക്കാൻ പറ്റും, നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും സിനിമ. അല്ല, സൂപ്പർ പടം. സിനിമയ്ക്ക് പറ്റിയ പേരാണ് ഇട്ടിങ്ങനെ, പ്രകമ്പനം. കിടിലായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ഫുൾ എൻ്റർടൈൻമെൻറ്റ്, ആദ്യം മുതൽ അവസാനം വരെ നല്ല ചിരിച്ചു ഹൊററും, നല്ല സൂപ്പർ പടം. എല്ലാവരും ചേരുന്ന ആ പണി സിനിമയിലെ പയ്യൻ്റെ പേരെന്താ, അവൻ കിടിലോട്ട് അഭിനയിച്ചിട്ടുണ്ട്. കിടിലും സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട് പടം. ഫുൾ എൻ്റർടൈൻമെൻറ്റ്, നല്ല കിടിലം പടം. അതിൻ്റെ ടെക്നിക് സൈഡായിരുന്നാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരുന്നാലും എല്ലാം സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. തന്നെ ഈ തിയേറ്ററൊന്ന് കുളിയെ ശ്രദ്ധിച്ചായിരുന്ന പ്രകമ്പനം സ്റ്റാർട്ട് ചെയ്തതാണ്. സൂപ്പറായിട്ടുണ്ട്, കൊള്ളാറുണ്ട്. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്. പിന്നെ എൻ്റർടൈൻമെൻറ്റ് ഇരുന്ന് കാണാം, എല്ലാവർക്കും കാണാം. അഭിനയം അടിപൊളിയാണ്, സൂപ്പറായിട്ട്. അത്രേ ഉള്ളൂ. വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, വലിയ പ്രതീക്ഷ പോകാൻ പറ്റില്ല, പ്രതീക്ഷിക്കാത്ത വന്നില്ല. അഭിനയം സാഗറിന് ഒരു റോളായിട്ട് തോന്നിയില്ല, ബാക്കിയെല്ലാം അടിപൊളി തന്നെയാണ്. അത്ര എത്തിയിട്ടില്ല, അത്രയ്ക്ക് എത്തിയിട്ടില്ല. തിരിച്ച് അഭിനയമുള്ളതെല്ലാം ഉള്ളു. നമ്മളൊരു അടിയപ്പേരെ കൂട്ടമണി രോമാഞ്ചം വൈകി പടമാണ്, നല്ല രസമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. കൊള്ളാം, കോമഡിയാണ്, ഹൊറർ, അങ്ങനെ കുഴപ്പമില്ല. കിടിലം പടം. സാഗർ സൂര്യ സീൻ ഒരു രക്ഷയില്ല, വലിയ കോമഡി പടം. കൊള്ളാം. അതിൻ്റെ ഒരു കൊള്ള സാധനം എന്താ ക്ലൈമാക്സ് സെക്കൻഡ് ഹാഫാണ് ഏറ്റവും കൂടെ കൊള്ളാവുന്നത്. കോമഡി പക്കായിട്ട് വർക്കൗട്ട്, അത്യാവശ്യം വർക്കൗട്ടായി. കൊള്ളാം ബ്രോ, നല്ല പടമാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം പക്കയാ, കണ്ടിരിക്കാനുള്ളൊരു പടയാണ്. കാണാന്ന് വെച്ചിരുന്നയാ കൊള്ളത്തില്ല എന്ന് വെച്ചാൽ, പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തായാലും നിങ്ങൾ കാണുന്ന നല്ലൊരു പടമാണ്, എല്ലാവരും കണ്ടിരിക്കാനൊരു പടമാണ്. അഭിനയം എല്ലാം പക്ക എന്ന് വെച്ചാൽ എന്തോ പറയാ, നാച്ചുറലായിട്ട് അഭിനയിക്കുക, പക്കയായിട്ട് സൂപ്പറായിട്ട് അഭിനയിക്കുക എല്ലാവരും. അവിടെ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. കൊള്ളായിരുന്നു, നല്ല പടമാണ്, മസ്റ്റ് വാച്ച് ആണ്. നല്ല ഹൊറർ എലമെന്റ്സും കോമഡിയും രണ്ടും ഉണ്ട്, മസ്റ്റ് വാച്ച്. അവർ ഭയങ്കര നല്ല കിടില ആക്ടിങ് ആയിരുന്നു. ഗണപതിയുടെയും സാഗറിൻ്റെയൊക്കെ ഭയങ്കര കിടില, ഇതുവരെ കണ്ടത് നല്ല ആക്ടിങ് ആയിരുന്നു. മറ്റേ അടികപ്പേരെ കൂട്ടമണിയുടെ ഒക്കെ വൈബ് ഉണ്ടായിരുന്നു. അടികപ്പേരെ കൂട്ടമണി പോലെ സ്റ്റാർട്ട് ടു എൻഡ് വരെ നല്ല എൻ്റർടൈൻമെൻ്റ് ആണ്. സാഗർ സൂര്യക്കാണ് പെർഫോം ചെയ്യാൻ നല്ല ഇതുള്ളത്. നൈസായിരുന്നു, 3 നൈസായിരുന്നു. സാഗറിനാണ് കൂടുതൽ സ്പേസ് ഉണ്ടായിരുന്നത്. ശരിക്കും കണ്ടിരിക്കാൻ സ്റ്റാർട്ട് ടു എൻഡ് ഒരു ഫുൾ കോമഡിയാണ്. കാരണം 2 മണിക്കൂർ 8 മിനിറ്റ് എന്താ സിനിമയുള്ളൂ, ഫുൾ എൻ്റർടൈൻമെൻ്റ് ആണ്. നല്ല സിനിമയല്ലേ, നിങ്ങൾ കണ്ടില്ലേ? നല്ല സിനിമയാണ്. ഒരു പ്രായഭേദം ഇല്ലാതെ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റും. എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയുണ്ട് പയ്യന്മാരെല്ലാം കിടുവല്ലേ? ഞാനാണ് സാഗർ സൂര്യയുടെ അമ്മയുടെ വേഷം ചെയ്തത്. അങ്ങനെ ഞാൻ ഒരു 2 സിനിമകളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. അങ്ങനെ രണ്ടിനും 2 രീതിയാണ്. എല്ലാ സിനിമകൾക്കും അതിൻ്റേതായിട്ടുള്ള വ്യത്യസ്തത ഉണ്ടാവുമല്ലോ. ഇത് നല്ല രസമുണ്ട്. ഇത് ആ കുട്ടികളെല്ലാം ഹാർഡ് വർക്കിംഗ് ആണ്, അതിൻ്റെ റിസൾട്ട് അതിനകത്ത്. എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം. നല്ല സിനിമയാണ് ത്രൂ ഔട്ട് ആ വൈബ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു. ഒത്തിരി ഇഷ്ടമായി.